ഇറാൻ-US സംഘർഷത്തിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറോടുകൂടി തന്നെ താൽക്കാലിക ആശ്വാസമായെങ്കിൽ പോലും ഇറാനെതിരെ പുതിയ ആക്രമണ പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലെ US നാവിക ഉപരോധം തുടരുമെന്ന് തന്നെയാണ് ട്രംപ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പക്ഷം ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നിലനിൽക്കില്ല എന്ന നിലപാടിൽ തന്നെ ഇറാനും ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കാനുള്ള പുതിയ പദ്ധതികൾ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ അണിയറയിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക്, തെക്കൻ അറേബ്യൻ ഉൾക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ ഇറാനിയൻ ആസ്തികളെ ലക്ഷ്യം വെച്ചുള്ള വലിയ രീതിയിലുള്ള ഡൈനാമിക് ടാർഗറ്റിംഗ് ആണ് ഇവിടെ അമേരിക്കയുടെ പരിഗണനയിലുള്ളത് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ചെറിയ ആക്രമണ ബോട്ടുകൾ, അതുപോലെ മൈൻ നിക്ഷേപിക്കുന്ന ബോംബുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ആക്രമിക്കാൻ ലക്ഷ്യം വെക്കുന്നതായി തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇരു രാജ്യവും വിട്ടു നൽകില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആയതിനാൽ തന്നെ യുദ്ധഭീതി ഇപ്പോഴും മേഖലയിൽ സജീവമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അടിക്കടി തന്നെ ട്രംപ് ആകട്ടെ അവിടെ വാക്ക് മാറ്റി പറയുന്നത് പല ആശയക്കുഴപ്പത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഇറാനുമായുള്ള നിലവിലെ സൈനിക സംഘർഷത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. മാത്രമല്ല, വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം തന്റെ നയം ഇവിടെ തന്റെ ഉറച്ച നിലപാട് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിലുള്ള ആക്രമണങ്ങളുടെ തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ട് എന്നും അതിനാൽ തന്നെ ആണവായുധങ്ങളുടെ ആവശ്യം ഇവിടെ ഉദിക്കുന്നില്ല എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് ഇവിടെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, എന്തിനും ഞാനിവിടെ ആണവായുധം ഉപയോഗിക്കണം? അയവില്ലാതെ തന്നെ വളരെ സാധാരണമായ രീതിയിൽ നാം അവരെ തകർത്തു കഴിഞ്ഞുവെന്നും ഇറാന്റെ നാവികസേന കടലിന്റെ അടിത്തട്ടിലാണ് എന്നും വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം ഇവിടെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അതിശക്തമാണ് എന്നും സമയം ഇറാന് അനുകൂലമല്ല എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചർച്ചയ്ക്കായി തന്നെ താൻ തിടുക്കം കാണിക്കുന്നില്ല എന്നും ദീർഘകാലം നിലനിൽക്കുന്ന ശക്തമായ ഒരു കരാറിനാണ് ഇവിടെ തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനെല്ലാം ഒടുവിലായി തന്നെയാണ് ഇപ്പോൾ താൻ ഒരടി തന്നെ പിന്നോട്ട് വെക്കില്ല, ഇറാനെതിരെ വീണ്ടും മാരകമായ ആക്രമണം അഴിച്ചുവിടുമെന്ന ഒരു നയം വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.